സൗദിയിലെ വേൾഡ് കപ്പ് ഏറ്റവും മികച്ച ഒരു വേൾഡ് കപ്പായി മാറും. ഇവിടുത്തെ ഫുട്ബോളിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞിട്ടുള്ളത്. സൗദി ഫുട്ബോളിൻ്റെ നെടുംതൂണായി മാറിയിട്ടുള്ള ആളാണല്ലോ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹം വന്നത് മുതൽ, അദ്ദേഹത്തിൻ്റെ ആ ട്രാൻസ്ഫർ ന്യൂസ് വന്നത് മുതൽ ഒരുപാട് താരങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ സൗദി ക്ലബ്ബുകളിൽ ജോയിൻ ചെയ്തു. കരീം ബെൻസിമ, സാദിയോ മാനെ, അതുപോലെ ഒരുപാട് താരങ്ങൾ യൂറോപ്പിൽ മികച്ച ക്ലബ്ബുകളിൽ കളിച്ചിരുന്ന ഒരുപാട് ക്വാളിറ്റി പ്ലെയേഴ്സ് സൗദിയിലെത്തി. ഇനിയും ഒരുപാട് താരങ്ങൾ ഇങ്ങോട്ട് ചേക്കേറാൻ നിൽക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൗദിയിൽ നടക്കുന്നുണ്ട്, സൗദി ഫുട്ബോളിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ 2034 വേൾഡ് കപ്പ് സൗദിയിലാണ് എന്ന് ഒഫീഷ്യലായിട്ട് ഫിഫ അനൗൺസ്മെൻറ്റ് ചെയ്തു 2 ദിവസം മുന്നേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. 2034 വേൾഡ് കപ്പ് ഏറ്റവും മികച്ച വേൾഡ് കപ്പായും മാറും. ഇവിടുത്തെ ഫുട്ബോളിൻ്റെയൊക്കെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം ഷെയർ ചെയ്തത്. സൗദിയിലെ സൗദികൾ വളരെ നല്ല ആളുകളാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഏതായാലും അദ്ദേഹം അൽ നസറിന് വേണ്ടിയിട്ട് ഇപ്പോൾ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ഒരു സൗദിയിൽ ഫുട്ബോളിലെ സൗദി ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ കൊണ്ട് കഴിയുന്നതുമായിരിക്കും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അൽ നസറിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു ട്രോഫി മാത്രം അദ്ദേഹത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അതും നേടിയിരിക്കും. എന്തും നേടാൻ, ഇപ്പോൾ വ്യക്തിഗത നേട്ടങ്ങളും ആയിക്കോട്ടെ, അദ്ദേഹത്തിന് കളിക്കുന്ന ടീമിനായിക്കോട്ടെ, എന്തും തന്നെ നേടാൻ അത്രയും കഠിനാധ്വാനം ചെയ്യാൻ പ്രാപ്തിയുള്ള കരുത്തനായിട്ടുള്ള ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് അത് മറ്റു പുതുതായിട്ട് കളത്തിലേക്ക് വരുന്ന താരങ്ങൾക്കൊക്കെ ഒരു പ്രചോദനമാണ്. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക്, അതുപോലെ ഈ പ്രായത്തിൽ 39-ാമത്തെ 40-ാമത്തെ ഏജിലേക്ക് കടന്നു പോകുന്ന ഈ ഒരു സമയത്തും അദ്ദേഹം ഫുട്ബോളിനോട്ട് കാണിക്കുന്ന ആ ഒരു പ്രതീതി, അദ്ദേഹം ഒരു കളത്തിൽ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഒരുപാട് താരങ്ങൾക്ക് പ്രചോദനമാണ്. ഏതായാലും സൗദിയിൽ 2034 വേൾഡ് കപ്പ് വരും എന്നുള്ളത് കൺഫേമായി ഫിഫ അവതരിപ്പിച്ചു. ഇനി പുതുതായിട്ട് വരുന്ന സ്റ്റേഡിയങ്ങൾ, നല്ല നല്ല സ്റ്റേഡിയങ്ങൾ, അതുപോലെ നമുക്ക് ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഒക്കെ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ളൊരു ഫീലിംഗ് സൗദി വേൾഡ് കപ്പിൽ നിന്ന് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നിരന്തരം വളർന്നുകൊണ്ടിരിക്കുകയാണ് സൗദി ഫുട്ബോൾ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ക്ലബ്ബുകൾ മികച്ച താരങ്ങളെയൊക്കെ തൻ്റെ ടീമുകളിൽ എത്തിച്ചു. സൗദി പ്രോ ലീഗിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോ, അതുപോലെ നെയ്മർ ജൂനിയർ പോലുള്ള താരങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ ഒരു ഫുട്ബോൾ, ആ ഒരു ലീഗിനെ തന്നെ ഒരു ക്വാളിറ്റി ലീഗാക്കി മാറ്റി. ഏതായാലും ഇപ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്തതിന്, ഈ അനൗൺസ്മെൻറ്റ് 2034 അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്.